നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ റെലവൻ്റ് ആയൊരു കാര്യമാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. യോഗ ഡേ ആണ്. വേൾഡ് യോഗ ഡേ ആചരിക്കുന്ന ദിവസത്തിൽ നമ്മൾ രോഗികൾ പലപ്പോഴും ചോദിക്കും, ഡോക്ടർ എനിക്ക് യോഗ ചെയ്യാവോ, ആർത്രൈറ്റിസ് ഉള്ളവർക്ക് യോഗ ചെയ്യാവോ. യോഗ എന്ന് വെച്ചാൽ നമ്മുടെ ടു യുണൈറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ സ്പിരിറ്റിനെ എല്ലാം യുണൈറ്റ് ചെയ്യുക, യോജിപ്പിക്കുക എന്നുള്ള യുജ് എന്ന് പറയുന്ന സംസ്കൃത വേർഡിൽ നിന്നാണ് യോഗ എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ യോഗ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാനസികമായും ശാരീരികമായിട്ടും ഈ മനസ്സിനെയും ശരീരത്തെയും ഒന്നിച്ച് ബലപ്പെടുത്താനുള്ള ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യമാണ്, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ആർത്രൈറ്റിസ് പേഷ്യൻസിനോട് നമ്മളോട് ചോദിക്കുമ്പോൾ യോഗ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, യോഗ ചെയ്യാം, പക്ഷേ യോഗ ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. കാരണം സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ യോഗ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആർത്രൈറ്റിസ് പേഷ്യൻസിൻ്റെ വേദന കൂടാൻ സാധ്യതയുണ്ട്. ഈ യോഗ ചെയ്യുമ്പോൾ ചില പ്രത്യേക പൊസിഷനുകൾ ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് മുട്ടിന് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ താഴ്ത്തിരുന്ന് എഴുന്നേൽക്കുക, സ്ക്വാറ്റിങ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. അത് കഴിയുന്ന ഒരു സ്റ്റൂളിലിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ബ്ലോക്ക് ഇട്ടിരുന്ന് ചെയ്യാം. മുട്ടിന് ഫോഴ്സ് വരാത്ത രീതിയിൽ, മുട്ടിന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ മുട്ടിന് വെയിറ്റ് വരാത്ത തരത്തിൽ ബെഡിൽ കിടന്ന് ചെയ്യാം. അത് മോഡിഫൈ ചെയ്യണം നമ്മൾ. അതുപോലെ റിസ്റ്റിന് പ്രശ്നമുള്ളവരാണ് റിസ്റ്റ് കുത്തി എഴുന്നേക്കുന്നത് ഒഴിവാക്കുക, വെയിറ്റ് ബെയറിങ് ഒഴിവാക്കുക. ആ ജോയിൻ്റ് ഏതാണോ ഉണ്ടാകുന്നത് അതിനെ ലോഡ് ചെയ്യാതെ വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. അപ്പോൾ യോഗ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തിന് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് യോഗ മാസ്റ്ററോട് പറഞ്ഞിട്ട് വേണം യോഗ ചെയ്യാനായിട്ട്. യോഗ ചെയ്യുന്നവർക്ക് മസിലിന് ബലം കൂടും, എക്സസൈസ് ചെയ്യുന്നത് പോലെയുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ യോഗ കൂടി ചെയ്താൽ നല്ലതാണ്. പക്ഷേ ഫിസിയോതെറാപ്പി മസ്റ്റായിട്ടും വേണ്ട, നിങ്ങളുടെ ഏത് ജോയിൻ്റാണോ അഫക്റ്റഡ് ആകുന്നത് ആ ജോയിൻറ്റിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്പെസിഫിക് ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നതോട് കൂടി യോഗ കൂടി ചെയ്താൽ നല്ലതാണ്. അപ്പോൾ യോഗ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഏത് ജോയിൻറ്റിനാണോ പ്രശ്നം ആ ജോയിൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ജോയിൻറ്റിനെ ഓവർ സ്ട്രെസ് ചെയ്യാതെ വേണം യോഗ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ യോഗ എന്താണ്, നമ്മുടെ ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ടോ, ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനൽസ് ഓഫ് ഇൻറ്റേർണൽ മെഡിസിൻ എന്ന അമേരിക്കൻ ജേർണൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ്. അതിൽ മുട്ടിന് തേയ്മാനമുള്ളവർക്ക് ചില സ്പെസിഫിക് യോഗ ടെക്നിക്സ് വെച്ചിട്ട് ഒരു ഡെഫിനറ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്നുള്ള ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നത് 5-8 കൊല്ലം മുമ്പ്. ആ സ്റ്റഡിയാണ് ഏറ്റവും വലിയൊരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡെഫിനറ്റ്ലി നീ ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടിന് തേയ്മാനമുള്ളവർക്ക് യോഗ ചെയ്യാമെന്നും യോഗ ചെയ്താൽ ബാക്കിയുള്ളവരെക്കാളും വേദന കുറയുന്നു, സാധാരണ ട്രീറ്റ്മെൻറ്റ് ഉള്ളതിനേക്കാളും അതിനോട് അഡിക്റ്റീവായിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവർ പെർഫോം ചെയ്യുന്നു എന്നുള്ള സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യോഗയിൽ സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. പക്ഷേ ഈ സയൻറ്റിഫിക് എവിഡൻസ് വെച്ച് ഭയങ്കര സ്ട്രോങ് എവിഡൻസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഫോർ എക്സാമ്പിൾ, എക്സർസൈസ്, ഫിസിയോതെറാപ്പിയൊക്കെ ഭയങ്കര സ്ട്രോങ് എവിഡൻസ് ആണ്. മുട്ടിന് എക്സസൈസ് ചെയ്താൽ വേദന കുറയും, ഇത്രയും ശതമാനം ആൾക്കാർക്ക് ഇത്രയും വേദന കുറയും. അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതങ്ങനെയല്ല, 100 കണക്കിന് 200-300 പേഷ്യൻസിനെ വെച്ചിട്ടുള്ള പഠനങ്ങളാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ യോഗയ്ക്കും എവിഡൻസ് ഉണ്ട്. അപ്പോൾ യോഗ ദോഷമുണ്ടാക്കത്തില്ല കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യോഗ ചെയ്യുമ്പോൾ മുട്ടിന് തേയ്മാനമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യോഗ മാസ്റ്ററോട് പറയുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ മാസ്റ്റർ ആയിരിക്കണം. എവിടെയും നന്നായിട്ട് ക്വാളിഫൈ ചെയ്ത് പഠിച്ച യോഗ മാസ്റ്ററോട് പറയുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എന്താണ് അവർ മോഡിഫൈ ചെയ്ത് ചെയ്യുക. അല്ലാതെ ഒരിക്കലും യൂട്യൂബ് നോക്കി നിങ്ങൾ തന്നെ യോഗ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന കൂടാൻ സാധ്യതയുണ്ട്. അതുപോലുള്ള വേറൊരു നല്ല ടെക്നിക്കാണ് പ്രാണായാമം. നിങ്ങളെല്ലാം കേട്ട് കാണും. പ്രാണായാമം ശ്വാസം എടുത്ത് വിടുന്ന ഒരു പ്രക്രിയയാണ്, ശ്വസന പ്രക്രിയയാണ്. ഈ ശ്വസന പ്രക്രിയയിലും അവർക്ക് അത് കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ്റെ ഒരു ഫോമായിട്ടും പ്രാണായാമം യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രാണായാമം ചെയ്യുന്നവർക്ക് വേദന കുറയുന്നു, പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു തീവ്രത കുറയുന്നു, അവർക്ക് വേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പഠനങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രാണായാമം നിങ്ങളുടെ യോഗ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി വരും, നമ്മുടെ ഡിസീസിൻ്റെ അക്സെപ്റ്റൻസ് കുറച്ച് കൂടും, പെയിൻ ടോളറൻസ് കൂടും. എസ്പെഷ്യലി ഫൈബ്രോമയാൾജിയും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും ഒക്കെ പെയിൻ്റെ ടോളറൻസ് വളരെ കൂടും. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ആണത്. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഓവർ ആക്ടിവേറ്റഡ് ആകും. അങ്ങനെ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് നല്ല രീതിയിലേക്ക് മോഡുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും പ്രാണായാമം ചെയ്യുക, യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, എക്സസൈസ് മുടക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എപ്പോഴും മറക്കാതിരിക്കുക, നിങ്ങളുടെ എക്സസൈസ് നിങ്ങൾ ഒരിക്കലും വിടരുത്. എക്സസൈസ് ചെയ്ത ശേഷം മാത്രമേ യോഗ ചെയ്യാവൂ. യോഗ ചെയ്യുമ്പോൾ തന്നെ എന്ത് ആർത്രൈറ്റിസ് ആണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങളുടെ ഒരു ക്വാളിഫൈഡ് യോഗ ട്രെയിനറുടെ ഒരു ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രം ആസനാസൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പലപ്പോഴും അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാനും സാധ്യതയുണ്ട്.